ഹായ് ഫ്രണ്ട്സ്, എന്തുകൊണ്ട് ശേഷം എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ വിവോയുടെ ഏറ്റവും പുതിയ മോഡലായിട്ടുള്ള വിവോ V40 പ്രോയും ഇതാ പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ള ഒരു കാര്യമാണ്, ഈ രണ്ട് ഫോണിൽ ഏതാണ് നല്ലത്, ഏതെടുത്താലാണ് ട്രൂ വാല്യൂ ഫോർ മണി, നമ്മൾ കൊടുക്കുന്ന പൈസയ്ക്കുള്ള ഒരു വാല്യൂ ഉള്ള ഒരു ഐറ്റം ഏതാണെന്ന് കുറേ പേർക്ക് ഡൗട്ട് ഉണ്ട്. പിന്നെ എൻ്റെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്നവർക്ക് അറിയാം, ഞാൻ കുറേ വർഷങ്ങളായിട്ട് എൻ്റെ പ്രൈമറി ഫോണായിട്ട് ഞാൻ യൂട്യൂബ് ഉൾപ്പെടെ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതും എഡിറ്റ് ചെയ്യുന്നതൊക്കെ ഒരു വിവോ V സീരീസ് ഫോണിനകത്താണ്. അപ്പോൾ അതുകൊണ്ടൊക്കെ തന്നെ ആയിരിക്കും കുറേ പേര് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നുണ്ട്, നല്ലതാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ ഈ രണ്ട് ഫോണിൽ ഏതെടുക്കുന്നതാണ് നല്ലതെന്ന് ഞാൻ പറയാം. പിന്നെ പൊതുവെ വിവോ V സീരീസ് ഫോണിനകത്തുള്ള ഒരു നോർമൽ വേരിയന്റും പ്രോ വേരിയന്റും തമ്മിൽ മാക്സിമം ഒരു 5000-6000 ഡിഫറൻസ് ഉണ്ടാവാറുള്ളൂ പൊതുവെ. പക്ഷെ ഇത്തവണ V40 പ്രോയും തമ്മിൽ ഏകദേശം ഒരു 15,000 രൂപയോളം ഡിഫറൻസ് വരുന്നുണ്ട്. V40ക്ക് 35,000 രൂപ വരുന്നുണ്ട്, V40 പ്രോയ്ക്ക് 50,000 രൂപയോളം വരുന്നുണ്ട്. ഡിസ്കൗണ്ടും ക്യാഷ് ബാക്കും വേറെ ഉണ്ടായിരിക്കും, എന്നാലും ഏകദേശം ഒരു 10-15,000 രൂപ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന് നല്ല ഡൗട്ട് ഉണ്ട് ഏത് എടുക്കുന്നതാണ് നല്ലത്. കാരണം 15,000 രൂപ കൂടുതൽ കൊടുത്തിട്ട് V40 പ്രോ എടുക്കാനുള്ള ഫോൺ അതുണ്ടോ? കാരണം ഈ V40 പ്രോയ്ക്ക് അകത്തുള്ള ഒരു 90% കാര്യങ്ങളും V40യിലുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു 15,000 രൂപ കളയണം വേണ്ടെന്നൊക്കെ കുറെ പേർക്ക് ഡൗട്ട് ഉണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, ലാസ്റ്റ് തീരുമാനം നിങ്ങളുടെ ആയിരിക്കും. കാരണം പൈസ കൊടുക്കുന്നത് നിങ്ങളാണ്, നിങ്ങളുടെ പണത്തിന് വാല്യൂ ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ നല്ല രീതിയിൽ ആലോചിച്ചിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ മാത്രം എടുക്കുക. ഒരു യൂട്യൂബേഴ്സിന്റെ വാക്ക് കേട്ട് ഫോൺ എടുക്കാണ്ടിരിക്കുക. ആയിട്ട് നമുക്ക് ഈ രണ്ട് ഫോണിനും സാമ്യമുള്ള കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. രണ്ടിലും കോമൺ ആയിട്ട് വരുന്ന കാര്യങ്ങൾ. ഒന്ന്, സെയിം ഡിസൈൻ വരുന്നുണ്ട്. രണ്ട് ഫോണും കണ്ടാൽ പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റില്ല. രണ്ടിന്റെ ബാക്ക് പൗച്ച്, സ്ക്രീൻ ഗ്ലാസ് എല്ലാ ഐറ്റംസും സെയിം വരുന്നത്. സെയിം അതുപോലെ തന്നെ രണ്ട് ഫോണും സെയിം ഡിസ്പ്ലേ വരുന്നത്. സെയിം 120 Hz AMOLED ഡിസ്പ്ലേ, ഫുൾ HD പ്ലസ് കർവ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആണ് വരുന്നത്. 5500 mAh ബാറ്ററി വരുന്നുണ്ട്. IP68 വാട്ടർ റെസിസ്റ്റന്റ് ആണ്. രണ്ട് ഫോണിനകത്തും സീരീസിന്റെ മറ്റേ ക്യാമറ ലെൻസ് ആണ് വരുന്നത്. അതുപോലെ തന്നെ രണ്ട് ഫോണിന്റെയും പ്രൈമറി ക്യാമറ 50 മെഗാ പിക്സലാണ്. രണ്ട് ഫോണിന്റെയും വൈഡ് ആംഗിൾ ക്യാമറ 50 മെഗാ പിക്സലാണ്. രണ്ട് ഫോണിന്റെയും സെൽഫി ക്യാമറയും 50 മെഗാ പിക്സലാണ്. രണ്ട് ഫോണിലും ഫ്രണ്ട് ക്യാമറയും ബാക്ക് ക്യാമറ ഉപയോഗിച്ചുകൊണ്ടും 4K വീഡിയോ റെക്കോർഡ് ചെയ്യാം. 4K 60 FPS വീഡിയോസ് റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എല്ലാവിധ പ്രത്യേകതകളും രണ്ട് ഫോണിനകത്തും കോമൺ ആയിട്ട് വരുന്നുണ്ട്. രണ്ട് ഫോണും ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ തന്നെ രണ്ട് ഫോണും V40 ആയാലും V40 പ്രോ ആയാലും സെയിം ആണ് വരുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് ഒരാൾ നോക്കി കഴിഞ്ഞാൽ ഇത് V40 ആണോ V40 പ്രോ ആണോ എന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിലാണ് വന്നിട്ടുള്ളത്. നമുക്കറിയാം, മുൻപ് V27ഉം V27 പ്രോ ഒക്കെ ഇറങ്ങിയപ്പോൾ സെയിം ഡിസൈൻ തന്നെയായിരുന്നു. സെയിം ഡിസൈൻ, എല്ലാം സെയിം, ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രമേ അങ്ങോട്ട് ഉണ്ടായിരുന്നുള്ളൂ. ഏറ്റവും വലിയ അപ്ഗ്രേഡ് എന്ന് പറയുന്നത് V40 പ്രോയുടെ പ്രോസസ്സർ നല്ല പവർഫുൾ ആണ്. ഡയമൻസിറ്റി 9200 എന്ന് പറയുന്ന നല്ല ഹെവി ആയിട്ടുള്ള പ്രോസസ്സറാണ്. അപ്പോൾ നിങ്ങൾ ഗെയിമും കൂടി കളിക്കുന്ന ഒരാളാണ്, നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് ഗെയിമും കൂടി കളിക്കണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ, അത് ഗെയിമിങ്ങിനും ക്യാമറയ്ക്കും നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും V40 പ്രോയുടെ പ്രോസസ്സർ നല്ല അടിപൊളി ഫ്ലാഗ്ഷിപ്പ് ലെവൽ പ്രോസസ്സറാണ് കൊടുക്കുന്നത്. പിന്നെ അതുപോലെ LPDDR5X ടൈപ്പ് റാം ആണ് വരുന്നത്. V40യുടെ പ്രോസസ്സർ എന്ന് പറയുന്നത് സ്നാപ്ഡ്രാഗൺ 7th Gen 3 എന്ന് പറയുന്ന പ്രോസസ്സർ. അതും നല്ല പവർഫുൾ ആണ് കേട്ടോ. നമ്മൾ മോശം എന്നല്ല പറയുന്നത്, ആ പ്രൈസ് റേഞ്ചിനകത്ത് കിട്ടിയ പോരാ, എന്നാലും ആ ഈ ഒരു 7th Gen 3 എന്ന് പറയുന്നത് നല്ല, നമുക്ക് ഡേ ടു ഡേ ആക്ടിവിറ്റികൾ, അത്യാവശ്യം ഗെയിം കളിക്കാം, ഹാങ് ആവാത്ത ലാഗ് ആവാത്ത നല്ല നല്ല സ്പീഡ് ആയിട്ടുള്ള പ്രോസസ്സറാണ് 7th Gen 3 എന്ന് പറയുന്നത്. വേറെ കംപ്ലൈൻസും ഒന്നുമില്ലാത്ത ഒരു പ്രോസസ്സറാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഈ പെർഫോമൻസിന്റെ ഭാഗത്ത് V40 പ്രോയ്ക്ക് നല്ല രീതിയിൽ ഒരു മുൻതൂക്കം ഉണ്ടെന്ന് പറയാം. എന്നാലും രണ്ട് ഫോണും ബെസ്റ്റ് ക്യാമറ ഫോണുകളാണ്. നിങ്ങൾക്ക് മെയിൻ യൂസിങ് ക്യാമറ ആണെന്നുണ്ടെങ്കിൽ വേറെ നോക്കണ്ട. കാരണം ഈ അടുത്ത കാലത്ത് ഇറങ്ങുന്ന പല ഫോണും ക്യാമറ വളരെ മോശമാണ്. പിന്നെ കുറെ പേര് പറയുന്നുണ്ട് വിവോയുടെ ഫ്രണ്ട് ക്യാമറകൾ പഴയ ഒരു ഭംഗിയില്ല എന്ന് പലരും പറയുന്നുണ്ട്. അതെ, വിവോ മാത്രമല്ല, സാംസങ് ആയിക്കോട്ടെ, ഓപ്പോ ആയിക്കോട്ടെ, പല കമ്പനികളുടെയും ക്യാമറ, പുതിയ പുതിയ ഫോണുകളുടെ ക്യാമറ പഴയതിന്റെ അത്രയ്ക്കൊന്നും ക്വാളിറ്റി പലതും ഉണ്ടാവാറില്ല. പിന്നെ ഈ പണ്ടത്തെ മാതിരി വെളുപ്പിക്കൽ അല്ലെങ്കിൽ കുറച്ച് ഭംഗി കൂട്ടുന്ന പരിപാടിയൊക്കെ മിക്ക ഫോണുകളും അവസാനിപ്പിച്ചു. വിവോ ആയാലും ഓപ്പോ ആയാലും ഒക്കെ അവസാനിപ്പിച്ചു. കറക്റ്റ് ട്രൂ കളർ നമ്മൾ കറുത്തിട്ടാണെങ്കിൽ കറുത്തിട്ട് തന്നെ കാണിക്കും. നമ്മുടെ മുഖത്ത് പിമ്പിൾസ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ കാണിക്കും. പിന്നെ ബ്യൂട്ടി മോഡ് ഫിൽറ്ററുകളൊക്കെ ആയത് മാത്രമേ നമുക്ക് ആ ഒരു ഭംഗിയുള്ള ഫോട്ടോസ് എന്താ പറയുക കിട്ടുന്നുള്ളൂ. അപ്പോൾ പലരും പറയുന്ന കാര്യമാണ്, മുൻപത്തെ V20 ആയാലും V19, V11 പ്രോയിലൊക്കെ ഫോട്ടോ എടുക്കുന്നവർ ആ ഒരു ക്വാളിറ്റി ഇപ്പോഴത്തെ ഫോണിനകത്തില്ല. വില കൂടുന്നുണ്ടെങ്കിൽ കൂടി, മെഗാ പിക്സലും കൂടുന്നുണ്ടെങ്കിൽ കൂടി എന്താ പറയുക, ആ ഒരു ക്വാളിറ്റി ഇല്ല എന്ന് കുറെ പേര് പറയാറുണ്ട്. അതിന്റെ സംഭവം ഇതാണ്, ഈ പല കമ്പനിക്കാരും, മിക്ക കമ്പനിക്കാരും ഈ വെളുപ്പിക്കുന്ന പരിപാടി അവസാനിപ്പിച്ചു. നല്ല ട്രൂ ക്യാമറയാണ് ഇപ്പോൾ കിട്ടുന്നത്. അതിനാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർക്ക് താല്പര്യമുള്ളത്. അതുകൊണ്ടായിരിക്കാം. അപ്പോൾ നമുക്ക് ലാസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ V40 എടുക്കുന്നതാണ് നല്ലത്. പ്രോയിലേക്ക് പോകാണ്ടിരിക്കുന്ന നല്ലതാണ് എൻ്റെ ഒരു അഭിപ്രായം. നിങ്ങൾക്ക് ബഡ്ജറ്റ് ഉണ്ട്, നിങ്ങൾ കുറച്ചും കൂടി നല്ല രീതിയിൽ ഗെയിം കളിക്കുന്ന ഒരാളാണ്, കുറച്ചും കൂടി നമുക്ക് ഫോൺ നല്ല രീതിയിൽ ഉപയോഗിക്കും, അല്ലെങ്കിൽ പെർഫോമൻസും കൂടി ഇമ്പോർട്ടൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ V40 പ്രോ എടുക്കാം. പക്ഷെ 50,000 രൂപയ്ക്കുള്ള ഫോൺ അതുണ്ടോ എന്ന് വെച്ചാൽ 50,000 രൂപയ്ക്കുള്ള ഫോണൊന്നും ഇല്ല. പക്ഷേ V40 അത് വാല്യൂ ഫോർ മണിയാണ്. 35,000 രൂപയ്ക്ക് നല്ല ക്യാമറ ഉണ്ട്, സീരീസിന്റെ ക്യാമറ ലെൻസ് വരുന്നുണ്ട്, നല്ല
സെൽഫി ക്യാമറ ആയാലും അത്യാവശ്യം നല്ല പ്രോസസർ ഉണ്ട്, 5500 mAh ബാറ്ററി, വാട്ടർ റെസിസ്റ്റന്റ് ആണ്, പിന്നെ എന്താ പറയുക 80 വാട്ട് ഫാസ്റ്റ് ചാർജർ നമുക്ക് ബോക്സിന്റെ കൂടെ കിട്ടും. അപ്പൊ അങ്ങനെയൊക്കെ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പൊ ഞാൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ V40 എടുക്കുള്ളൂ. കാരണം എനിക്ക് അതിന്റെ ആവശ്യമുള്ളൂ. ഞാൻ അധികം ഗെയിം കളിക്കാത്ത ഒരാളാണ്. പിന്നെ എനിക്ക് വീഡിയോ റെക്കോർഡിംഗ് ആയാലും എല്ലാം കൊണ്ടും ആ ഒരു ഫോൺ മതിയാകും. അപ്പൊ അതുകൊണ്ട് എന്നോട് പേഴ്സണലി ചോദിച്ചാൽ ഞാൻ പറയും V40 എടുത്താൽ മതി. അല്ലെങ്കിൽ പിന്നെ V40 Pro പ്രൈസ് ഒക്കെ കുറയാൻ വെയിറ്റ് ചെയ്യുക. പിന്നെ ആഹ് എടുത്തു പറയേണ്ടത് ഇത് മിക്കവാറും ഓഫ്ലൈൻ ഫോണിലാണ്, നമ്മൾ അടുത്തുള്ള ഷോപ്പുകളിൽ പോയി വാങ്ങിക്കുന്ന ഒരു ഫോണായിരിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഷോപ്പ് ഡിസ്കൗണ്ട് ചോദിക്കുക, ഒരു കടയിൽ പോയി ചാടി കയറി വാങ്ങിക്കേണ്ട. പല കടകളിൽ പോയിട്ട് റേറ്റ് ഒക്കെ ചോദിച്ച് കമ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതാ എവിടെ റേറ്റ് കുറവുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിക്കുക. കാരണം ഓഫ്ലൈൻ ആയ കാരണം ഷോപ്പുകാർക്ക് നല്ല ഡിസ്കൗണ്ടും കാര്യങ്ങളും കൊടുക്കാൻ പറ്റും. അപ്പോൾ എന്താ പറയുക അങ്ങനെ ചെയ്യുക. ഫിനാൻസ് ആണെങ്കിലും അത്തരത്തിൽ നമുക്ക് ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിച്ച് വാങ്ങിക്കുക. അപ്പോൾ മാത്രമേ നമുക്ക് നമ്മുടെ ട്രൂ വാല്യൂ ഫോർ മണി ആയിട്ടുള്ള ഫോൺസ് കിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് V40 എടുക്കുന്നത് നല്ലതാണ് എനിക്ക് തോന്നുന്നത്. പ്രോ മോശം എന്നല്ല പറയുന്നത്, പ്രോ നല്ല അടിപൊളി ഫോണാണ്. പക്ഷെ 50,000 രൂപയ്ക്കുള്ള ഫോണില്ല. ഒരു 40-42,000 രൂപ കിട്ടുകയാണെങ്കിൽ V40 Pro എടുക്കാം എന്നാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ ഏത് ഫോൺ എടുക്കും? V40 ആണോ V40 Pro ആണ് എടുക്കാവും എന്ന് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. പിന്നെ വീഡിയോ ഇത്ര നേരം കണ്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആരൊക്കെ കണ്ടു എന്ന് കമന്റ് അടിച്ചോളൂ. ആരൊക്കെ ഇത്ര നേരം കണ്ടു എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ലൈക്ക് അടിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും നിർബന്ധിക്കാറില്ല. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് അടിക്കുക, ലൈക്ക് ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോ വരുന്നവരെ താങ്ക്സ്.